അഹിത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക്സിനെ പറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് വണ്ണം കുറക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ജിമ്മിൽ പോകാനോ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇല്ലെങ്കിൽ സമയം കിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. പിന്നെ മധുരം ഒരുപാട് കഴിക്കാതിരിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ഇടയ്ക്ക് ഒരു സ്പൂൺ വെല്ലം കഴിക്കുന്നവർക്കും എല്ലാം തീരെ വേണ്ടാത്തവർക്കുമെല്ലാമുള്ള ഡയറ്റാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇടയ്ക്ക് മധുരമൊന്നും കഴിച്ചൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് മുകളിൽ ചെയ്യാൻ പറ്റിയ തരം ഡയറ്റാണ്. കുറച്ച് നാളായി ഞാനിത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ്. പണ്ടത്തെ ആളുകൾ പറയുന്നതല്ലേ, അത്രമാത്രം ഫലിക്കുമെന്ന് അറിയില്ല. എന്നാലും ചെയ്തു നോക്കാമെന്ന് കരുതിയാണ് ഞാനിത് തുടങ്ങിയത്. പക്ഷേ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. 6-7 മാസം കൊണ്ട് നല്ല വെയിറ്റ് ലോസ് ഉണ്ടായി. ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 100% ഉറപ്പായിട്ടും കുറയുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇത് ഷുഗറെല്ലാം ഫുഡും കൺട്രോൾ ചെയ്ത് എക്സസൈസും ചെയ്താൽ നല്ലവണ്ണം കുറയുന്ന ഒരു വാട്ടറാണിത്. രാവിലെ 2 ദോശയോ ചപ്പാത്തിയോ അപ്പോ എന്താണെങ്കിലും 2 ഉച്ചയ്ക്ക് 1 കപ്പ് ചോറ്, തോരൻ, അവിയൽ ഇതെല്ലാമാണ് കുറച്ചധികം എടുത്തിട്ട് ചോറ് കുറച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ചോറ് തിന്നുള്ള ഒരു ഇതും കാണും, സാറ്റിസ്ഫൈഡും കാണും, വിശപ്പും മാറും, എല്ലാം ചെയ്യും. ഡിന്നർ 7 മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതെന്ത് തന്നെ ആയാലും 2 വീതം കഴിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കാം, മധുരമിടാത്ത ജ്യൂസ്. ചോറും മധുരവും ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് ഈ ഡയറ്റ് പ്രയോജനം ചെയ്യും. ഡയറ്റ് ചെയ്യുന്നവർക്ക് 2 സാധനം വളരെയധികം ഒഴിവാക്കേണ്ടതാണ്: മധുരവും ചോറും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും മധുരം കഴിക്കാത്തവർക്കും നല്ല എഫക്റ്റ് ചെയ്യും. കഴിക്കാത്തവർക്ക് നല്ല എഫക്റ്റ് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടമാകും. കാരണം ഇതിന് ഒരു സമയമൊന്നും വേണ്ട. 2 ദിവസത്തേക്ക് ഇത് ഉണ്ടാക്കി വെക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പാനിൽ 3 ഗ്ലാസ് വെള്ളം എടുത്ത് നല്ലപോലെ തിളപ്പിക്കണം. ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ആ വെള്ളത്തിൽ സിനമൻ്റെ പൊടിയാണ്, കറുവപ്പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കറുവപ്പട്ട ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ പൊടിച്ചു വെച്ചാൽ അതിൻ്റെ മണമെല്ലാം പോയി ഫലവും നഷ്ടപ്പെടും. നല്ല ഓർഗാനിക് സിനമനാണ് മേടിക്കേണ്ടത്. അല്ലാതെ ഒരുമാതിരി ഇതൊന്നും മേടിച്ചാൽ ഫലം കാണില്ല. ഇത് 20 ഗ്രാമിൻ്റെ ആണ് ഞാൻ മേടിച്ചത്. വളരെ വില കുറവാണ്. 27 രൂപയേ ഉള്ളൂ. ഇതെല്ലാവരും മേടിച്ച് വെക്കണം. ഓർഗാനിക്സിൻ്റെ പട്ടയാണ് കറുകപ്പട്ട എല്ലാവരുടെയും വീട്ടിലും കാണുമല്ലോ, അതാണിത്. ഇത് ഡയറ്റ് ചെയ്താൽ നല്ല എളുപ്പം വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ ബേക്കറി പലഹാരമൊക്കെ ഒഴിവാക്കണം, ആഹാരം നിയന്ത്രിക്കണം. എന്നാലേ ഇത്
എഫക്റ്റ് ചെയ്യുള്ളൂ. വെള്ളം തിളച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പട്ടപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് 3 ഗ്ലാസ് വെള്ളമാണ് ഇട്ടിരിക്കുന്നത്. നല്ല തിളച്ച് 2 ഗ്ലാസ് ആവണം. അതാണ് അതിൻ്റെ കണക്ക്. ഇത് തിളച്ച് നല്ല 2 ഗ്ലാസ് ആയിട്ട് വരുമ്പോൾ ചൂടാറിയ ശേഷം ഹണി ചേർത്ത് വേണം കുടിക്കാൻ. ഞാൻ ഈ കമ്പനിയുടെ ഹണിയാണ്, ഫോറെവർ ബീ ഹണി. ഇതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നല്ല ഹണിയാണത്. ഒരു 1/2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ വല്ലതും ചേർത്താൽ മതി. ഷുഗറുകാരിക്ക് ആൾക്കാർ ചോദിക്കും, ഷുഗറുകാരിക്ക് ഹണി ചേർക്കാമോ എന്ന്. ഷുഗറുകാർക്ക് ഹണി ചേർത്താൽ ഒരു കുഴപ്പവുമില്ല. വേറെ മധുരങ്ങളെക്കാളും കുഴപ്പമില്ലാത്തൊരു സാധനമാണ് തേൻ. അതുകൊണ്ട് ചേർക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഇത് നല്ലപോലെ തിളപ്പിച്ച് 2 പാത്രം ആയതിനു ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ തേൻ ഒഴിക്കാവൂ. ഇത് നല്ലപോലെ തിളച്ച് 2 ഗ്ലാസ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഹണി നല്ല തണുത്ത് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കണം. നല്ലപോലെ തിളക്കുന്നത് കണ്ടോ? തിളച്ച് 2 ഗ്ലാസ് ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്യുക. ഇത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് പറയാം. രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് എടുത്ത് കുടിക്കണം. ബാക്കി 1 ഗ്ലാസ് രാവിലെ എഴുന്നേറ്റതിന് ശേഷം വെറും വയറ്റിൽ കുടിച്ചാൽ മതി. തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നവർ അത് ആദ്യം കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വേണം ഈ പട്ടവെള്ളം കുടിക്കാൻ. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചായ വല്ലതും കുടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ 1 മാസം ചെയ്യുകയാണെങ്കിൽ നല്ല വെയിറ്റ് കുറയുന്നതാണ്. തൈറോയ്ഡ് ഉള്ളവർക്ക് ഇച്ചിരി കുറയാനൊരു താമസം കാണും. ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കണ്ടോ, ഇതാണ് പട്ടവെള്ളം. എല്ലാവരും കടുംചായ പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. നമുക്ക് തണുക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. അത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മതി. ഒരുപാടൊന്നും എടുക്കണ്ട. ഇത്രയും എടുത്തിട്ട് കലക്കി കൊടുക്കാം. നല്ലപോലെ കലക്കി വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം. അതിന് ശേഷം കുടിക്കാവുന്നതാണ്. ഈ ഡീറ്റോക്സ് വാട്ടർ എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പട്ടപ്പൊടി ഇട്ടതിന് ശേഷം, പട്ടപ്പൊടി 2-3-4 ദിവസത്തേക്ക് പൊടിച്ച് വെക്കാവുന്നതാണ്. ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം 1 ഗ്ലാസ്സിൽ ഒഴിച്ച് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ 1/4 ടേബിൾ സ്പൂൺ തേനിട്ട് കലക്കി വെക്കുക. എന്നിട്ട് രാത്രിയും നേരം വെളുക്കുമ്പോഴും ഇത് കുടിക്കുക. നല്ല എഫക്റ്റുള്ള ഒരു മരുന്നാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള സംശയമോ എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും
പരിചയത്തിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഇതൊരു നല്ല ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ.